കഴിഞ്ഞ ദിവസം ജയിലിലെ വേതനം സർക്കാർ വർദ്ധിപ്പിച്ച ഒരു വിഷയം ഏറെ ചർച്ചയായിരുന്നു. യഥാർത്ഥത്തിൽ അത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയതായിരുന്നു കേരള സർക്കാർ. പക്ഷെ ആ നടപ്പിലാക്കിയ രീതി, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ തലമുണ്ടനം ചെയ്തും പട്ടിണി കിടന്നും ഈ ദിവസങ്ങളോളം സമരം ചെയ്തപ്പോൾ കണ്ടില്ലെന്ന് നടിച്ചതാണ് LDF സർക്കാർ. അത് SUCIയുടെ തന്ത്രമാണെന്നും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചും തൊഴിലാളി സംഘടനകൾ, അതായത് CITU എന്ന സംഘടന പോലും അവരോട് ആശാ വർക്കർമാരോടൊപ്പം നിന്നില്ല. എന്തിനേറെ പറയുന്നു, ഒരു ചർച്ചയ്ക്ക് പോലും ഭരണകൂടം തയ്യാറായില്ലായിരുന്നു അവരുമായിട്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ജയിലിലേക്ക് വേതനം വർദ്ധിപ്പിക്കണമെന്ന് സുപ്രീം കോടതി വിധി അത് എടുത്തു വെച്ച് ഉടനെ തന്നെ അത് എത്രയോ മടങ്ങാണ് കൂട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഉള്ളവർ വാദിക്കുന്നത് കർണാടകത്തിലെ 200 മടങ്ങ് കൂട്ടി എന്നൊക്കെയാണ് വാദിക്കുന്നത്. 200 മടങ്ങൊന്നും അവിടെ കൂട്ടിയിട്ടില്ല. അത് ഇവർ മനസ്സിലാക്കിയതിലെ തെറ്റാണ്. ഇപ്പൊ അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നു. മാധ്യമങ്ങൾ തന്നെ അത് വിമർശിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഒരു CPM നേതാവ് EP ജയരാജൻ അദ്ദേഹം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ജയിലിൽ കിടക്കുന്നവർ മനുഷ്യരല്ലേ എന്നോ, അത് ഒരുപാട് മനുഷ്യത്വം വിളമ്പുന്ന ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കി. പാവങ്ങളല്ലേ എന്ന്. അതെ, അദ്ദേഹത്തിന് അറിയുന്ന പാവങ്ങൾ, ജയിലിൽ കിടക്കുന്ന പാവങ്ങളെല്ലാം പാർട്ടിക്ക് വേണ്ടി, രാഷ്ട്രീയ കുറ്റവാളികളാണ് അവരെല്ലാം. പാർട്ടിക്ക് വേണ്ടി കൊന്നും കൊലവിളിച്ചും കൊണ്ടും കൊടുത്തും നടന്നവരാണ് പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോയിട്ടുള്ളവർ. അവർ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാവങ്ങൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ചെല്ലും ചെലവും കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഏത് പാർട്ടിയാണോ അവരെ പാർട്ടി ഗുണ്ടകളാക്കിയത് ആ പാർട്ടിക്കാണ്. അങ്ങനെയല്ലേ തീരും നമ്മൾ യഥാർത്ഥത്തിൽ ചിന്ത. അല്ലാതെ ഇവർക്ക് വേണ്ടിയിട്ട് വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇതിനെ ന്യായീകരിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല, ഇത് വിശദമായി പറയേണ്ട ഒരു ടോപ്പിക്കാണ്. നമ്മൾ ജസ്റ്റ് കാണുന്നത് പോലുള്ള ഒരു വിഷയമല്ല. കാര്യം സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയെന്ന് കേരളം പറയുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, കേരളം എത്ര സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചിട്ടുണ്ട്? അത് ശബരിമല ആ സമയത്ത് മറ്റൊരു വിഷയമുണ്ടായിരുന്നു, ക്രിസ്ത്യൻ വിഭാഗം തമ്മിലുള്ള, അത് അവർ നടപ്പിലാക്കാൻ എടുത്തില്ല. ശബരിമല കേസിൽ ചെയ്യേണ്ട ഒരു കാര്യം, സ്ത്രീകളെ പരിശോധിക്കാൻ വേണ്ടി ഒരു ചെക്ക് പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ പരിശോധന ഒഴിവാക്കുക എന്നൊരു നടപടി മാത്രം സർക്കാർ ചെയ്താൽ മതിയായിരുന്നു. അതിന് പകരം എന്താണ് ചെയ്തത്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം വന്നു, ശബരിമലയിൽ യുവതികളെ കയറ്റുന്നതിന് ഞങ്ങളാൽ കഴിയുന്ന എന്തും ചെയ്തിരിക്കും എന്ന രീതിയിൽ അവരുടെ ഒരു നേട്ടമായി അത് ഒതുക്കാൻ, അതാണ് അത് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതേപോലെ ഈ വിഷയം അവിടെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ടുവന്ന് പോലീസ് എസ്കോർട്ട് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് മുഖംമൂടി ധരിപ്പിച്ച് അവരെ അവിടെ കയറ്റുകയാണ് ഉണ്ടായത്. അതും അർദ്ധരാത്രിയുടെ മറവിൽ ഇത്തരം ക്രൂരത ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സർക്കാരിന് ചില വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ ഭയങ്കര ഉഷാറാണ്. പക്ഷെ ചില വിഷയങ്ങൾ വരുമ്പോൾ അത് കണ്ടതായി നടിക്കില്ല. സുപ്രീം കോടതി നിരവധിയായ കാര്യങ്ങൾ ഈ കേരള സർക്കാരിനോട് പലതവണയായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണയൊക്കെ സുപ്രീം കോടതി പറയുമ്പോഴാണ് നടപ്പിലാക്കുക. ഇപ്പം ഈ ക്രിസ്ത്യൻ പള്ളി വിഷയത്തിൽ കൈപൊള്ളും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം സുപ്രീം കോടതി വിധി നടപ്പിലാക്കാതെ അവിടെ വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു വിഷയം നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴും ആ സഭയുടെ വിഷയങ്ങൾ പരിഹരിച്ചിട്ടില്ല. അതെ, അത് പരിഹരിച്ചിട്ടില്ല. അത് സുപ്രീം കോടതിയുടെ വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ പല കാര്യങ്ങളും ചെയ്തത്. പിന്നെ ഹൈക്കോടതി വിധികളെ, സുപ്രീം കോടതി വിധികളെ ബഹുമാനിക്കുന്ന പാർട്ടിയാണോ CPM എന്ന് പറയുന്നത്? കോടതി ഇരിക്കുന്ന ജഡ്ജിമാരെ ശുംഭൻ എന്ന് വിളിക്കുകയും ഹൈക്കോടതി ഒരു വിധി വിധിച്ചാൽ അതിനെതിരെ സുപ്രീം കോടതിയിൽ വലിയ വക്കീലിനെ വെച്ച് വാദിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഈ CPM എന്ന് പറയുന്നത്. ഇവിടെ നിലവിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, EP ജയരാജൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജയിലിലുള്ള ആളുകളെല്ലാം വളരെ പാവങ്ങളല്ലേ, അവർക്ക് അന്തസ്സോടെ ജീവിക്കണ്ടേ, അവരുടെ അന്തസ് വലിയ പ്രശ്നമാണ് എന്നാണ്. ഇതേ വാക്കാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ജയിലിലുള്ള ആളുകളുടെ അന്തസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ജയിലിലുള്ള ആളുകളുടെ അന്തസ്സിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് ഈ തെരുവിൽ അന്തിയുറങ്ങുന്ന ആളുകളുടെ അന്തസ്. നമ്മൾ ഈ സംസാരിക്കുന്ന എറണാകുളത്തിനടുത്ത് ഈ പലതരത്തിലുള്ള ഇപ്പം നമ്മളെ ഈ മെട്രോയുടെ പില്ലറിനടിയിൽ വന്ന് താമസിക്കുന്ന ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത, തലചായ്ക്കാൻ കൂരയില്ലാത്ത, അത് കേരളത്തെ പിന്നോട്ടടിക്കുന്ന പ്രസ്താവനയാണ്. കാരണം അതിദരിദ്ര മുക്ത കേരളമാണിത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് പറയരുത്. നിങ്ങൾ എന്താ കേരളത്തെ അപമാനിക്കുകയാണ്? ശരിയാണ്, അങ്ങനത്തെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതാണ് അത് പറയുക. അപ്പൊ അങ്ങനെ
ഉള്ള ആളുകളുണ്ട്, അവരുടെ ആത്മാഭിമാനത്തെ, അവരുടെ ആത്മാഭിമാന ബോധത്തെ ഒരിക്കലും സർക്കാർ കണ്ടിട്ടില്ല. അവരെ ഒന്നും ചേർത്ത് പിടിക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഇവർക്കില്ല. ഈ പറയുന്ന എന്താണ് അതീവ ദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ പറയുമ്പോഴും അച്ചയൻസ് ഗോൾഡ് എന്ന് പറയുന്ന ആ സ്വർണ്ണക്കട പിന്നെ എന്താണ് മുതലാളിയായിട്ടുള്ള ആ മനുഷ്യൻ, ഞാൻ അദ്ദേഹത്തെ ഒരു സ്വർണ്ണക്കട മുതലാളിയായിട്ടല്ല കാണുന്നത്, ഒരു വേറെന്തോ ദൈവത്തിന്റെ അവതാരമാണ് ഞാൻ കാണുന്നത്. കാര്യം സ്വന്തം കയ്യിലുള്ള പൈസയാണ് എടുത്ത് കൊടുക്കുന്നത്. ഇത്രയും പാവപ്പെട്ട ആളുകൾക്ക് ഒരു കാര്യമില്ലാതെ പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ അങ്ങേരുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം എത്ര അതീവ ദാരിദ്ര്യമുക്ത ആണ് കേരളത്തിലുള്ളതെന്ന്. അപ്പൊ പഠിപ്പിക്കാൻ വരും. അത് അതീവ ദാരിദ്ര്യം എന്ന് പറയുന്നതും ദാരിദ്ര്യം എന്ന് പറയുന്നതും രണ്ടാണ് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ക്രൈറ്റീരിയ വെച്ചിട്ട് പോലും ഇപ്പോഴും കേരളത്തിൽ അതീവ ദാരിദ്ര്യം മുക്തരായിട്ടില്ല. സത്യം അതാണ്. കൂരയ്ക്കുള്ളിൽ ജീവിക്കുന്ന, വാതിലില്ലാത്ത വീട്ടിൽ ജീവിക്കുന്ന, 3 നേരം ഭക്ഷണം കഴിക്കാൻ അവരൊക്കെയാണോ ഈ പറയുന്ന അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്നത്? ഇതിന് ഒരു പ്രശ്നം ഇവർക്കില്ല. ഈ പറയുന്ന ജയിലുകളിലെ അന്തേവാസികളുടെ ആത്മാഭിമാനം വലുതാണ് എന്ന് മുഖ്യമന്ത്രി പറയുകയും മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് ഈ കോടതി വിധി പെട്ടെന്ന് നടപ്പിലാക്കണം എന്ന നിലയിലേക്ക് പറയുകയാണ് ചെയ്തത്. ഇനി മാത്രമല്ല സുപ്രീം കോടതി എന്താ പറഞ്ഞത്? സുപ്രീം കോടതി പറഞ്ഞത് കാലാനുസൃതമായിട്ടുള്ള മാറ്റം അതിൽ വരുത്തണം. 60 രൂപയാണ് ജയിലിലെ ഈ തൊഴിലിന് കൊടുക്കുന്നത്. അതിൽ നിന്ന് മാറ്റം ഉണ്ടാകണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് 530, 560, 620 ഈ രൂപയിലേക്ക് മാറ്റി. സ്കിൽഡ് ആൾക്കാർക്ക് അതിലും കൂടുതൽ പിന്നെ പൈസ കൊടുക്കുന്ന ഇതിലേക്ക് മാറി. മാത്രമല്ല റബ്ബർ ടാപ്പിങ്ങും കൽവെട്ട് ആ പണി ചെയ്യുന്നവർക്ക് ഓണ സമയം അങ്ങനെയുള്ള ഫെസ്റ്റിവൽ സീസണുകളിൽ കൂടുതൽ ബോണസ് പോലെ ഇൻസെന്റീവ് കൊടുക്കാൻ. അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഒരു തീരുമാനത്തിൽ എന്താണെന്ന് വെച്ചാൽ പാർട്ടി കേസുകളിൽ അകത്ത് പോയവർക്ക് മാത്രമായിരിക്കും ഈ റബ്ബർ ടാപ്പിങ്ങും മറ്റേ കൽവെട്ടും ഒക്കെ കിട്ടുന്നത്. അവിടെയും ബന്ധു നിയമനം പോലെ, പിൻവാതിൽ നിയമനം പോലെ അവിടെയും ഇനി നിയമനങ്ങൾ ഇങ്ങനെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, തീർച്ചയായിട്ടും. അപ്പൊ സുപ്രീം കോടതി വിധിയെ എന്താക്കി മറയാക്കിക്കൊണ്ട് സുപ്രീം കോടതി വിധി പറയാത്ത അല്ലെങ്കിൽ സുപ്രീം കോടതി വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും സർക്കാർ ഇവിടെ പ്രത്യേക ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടി ഇതിൽ എന്തൊക്കെ നടപ്പിലാക്കാൻ പറ്റും, സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് പിന്നെ എന്താണ് ഈ പറയുന്ന വേതനം കൊടുക്കാറെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അതൊക്കെ സർക്കാരൊക്കെ ചെയ്യുകയാണ്. സർക്കാർ ഇങ്ങനെ ആലോചിച്ചു എന്താണ് പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയ തടവുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഇവരിത് കാണുന്നത്. കാരണം മറ്റുള്ള മനുഷ്യനെ വെട്ടി നുറുക്കി അടിച്ച് ഇടിച്ച് ഒരു ക്രൂരത ചെയ്ത് ജയിലിൽ പോയി കിടക്കുന്നവരുടെ കുടുംബത്തെ പാർട്ടി നോക്കുന്നുണ്ട്. അല്ല, എന്തായാലും മറ്റൊരുത്തന്റെ കുടുംബത്തെ വഴിയാധാരമാക്കിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഇവർ ജയിലിലേക്ക് എത്തുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഇത് നമ്മൾ ഏതെങ്കിലും ഒരു കള്ളക്കേസിൽ പെടുത്തി ജയിലിലിടുന്ന പോലെ അല്ല, അല്ലെങ്കിൽ യാദൃശ്യമായ ഒരു കേസിൽ പെട്ടുപോകുന്ന പോലെ അല്ല. ബാക്കിയുള്ള ആളുകളെല്ലാം ഭൂരിഭാഗവും ക്രിമിനലുകളാണ്. ആ ക്രിമിനലുകളെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പറയുന്ന അനുസരിച്ച് അവർക്ക് പിന്നീട് ആ കുറ്റകൃത്യത്തിലേക്ക് പോകാത്ത രീതിയിൽ അവരെ പരിപാലിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ജയിലുകളിൽ എന്താ നടക്കുന്നത്? ജയിലുകളിൽ സ്ഥിരമായി കുറ്റവാളികൾക്ക് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതുപോലും കൃത്യമായി നടപ്പിലാക്കുന്നില്ല. അത് നടക്കുന്നില്ലെങ്കിലും പോകുന്ന വഴിക്ക് മദ്യം ലഭ്യമാക്കുന്നു. പോകുന്ന വഴിക്ക് മദ്യം ലഭ്യമാക്കുന്നുണ്ട്. ഈ പറയുന്ന ജയിലിലേക്ക് എന്താണ് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, ബീഡിക്കുറ്റി പല സ്ഥലത്തായിട്ട് നമ്മൾ ദിലീപിന്റെ ഒക്കെ സിനിമയിൽ കാണുന്ന പോലെ മുറിച്ച് വെച്ചിട്ട് ബാറ്ററി ഒക്കെ ഇട്ടുള്ള ഫോണുകൾ ഇവർക്ക് ലഭ്യമാണ്. ഇനി എന്തിന് ജയിൽ DIG വരെ നേരിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് ഇവർക്ക് എന്ത് ചെയ്തു കൊടുക്കാനും തയ്യാറാണ്. ഈ രീതിയിലുള്ള കാര്യമാണ് സംസ്ഥാനത്തെ ജയിലുകളിൽ നടക്കുന്നത്. ഇതില് CPM-ന്റെ ഏറ്റവും കൂടുതൽ CPM-ന്റെ ക്രിമിനൽ സംഘങ്ങൾ ജയിലുകളിലുള്ള ഒരു സമയമാണ്. ഇപ്പൊ എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് കേരളത്തില് CPM മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ മൗനം പാലിക്കുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരവരുടെ ആൾക്കാർ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു ആനുകൂല്യമാണ്. ഈ ചില കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടാണ്. അപ്പൊ ഇത് നടപ്പിലാക്കുന്ന സമയത്ത് CPM ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊന്നും ആ കാര്യത്തിൽ വലിയ പ്രതികരണം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇത് ചർച്ചയാക്കിയത് ആരാണ്? ഇത് ചർച്ചയാക്കിയത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയും ജനങ്ങളും വളരെയധികം ചർച്ചയാക്കുകയും അവിടെ കോമഡി വീഡിയോകളും റീലുകളും ഒക്കെ വന്ന് സർക്കാരിനെ വരിഞ്ഞു മുറുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ആ റീലുകൾക്കും കോമഡി വീഡിയോകൾക്കും താഴെ സഖാക്കൾ വന്ന് നല്ല രീതിയിൽ അപ്പനും അമ്മയ്ക്കും പറയുന്നുണ്ട്. അതവരുടെ സംസ്കാരമല്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം യുക്തിവാദിയായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഈ പറയുന്ന പോലെ C രവിചന്ദ്രനെ പോലെയൊക്കെ പ്രതികരിക്കുന്ന യുക്തിവാദി എന്ന് സ്വയം അവകാശപ്പെടുന്ന ഡോക്ടർ വിശ്വനാഥൻ ഡോക്ടർ പലപ്പോഴായിട്ട് ഈ വിശ്വനാഥൻ ഡോക്ടറെ പറ്റി പറയുന്നത് CPM-ന്റെ അടിമയായി സംസാരിക്കുന്ന ഒരാൾ, എന്ത് കാര്യവും സർക്കാർ ചെയ്തു കഴിഞ്ഞാൽ അതിനനുകൂലമായി സംസാരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലേക്ക് മാറിയ ഒരാളാണ് ഈ വിശ്വനാഥൻ ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പം അയാൾ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ ജയിലിൽ നിൽക്കുന്ന ആളുകൾക്ക് അടിമപ്പണി എടുപ്പിക്കുക, അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുക, അവർക്ക് തൊഴിൽ കൂലി കൊടുക്കാതിരിക്കുക, എന്നിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന മലയാളി സമൂഹം ഇവർക്ക് ഒരു 530 രൂപ കൊടുത്തതിനാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നാണമുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ആശാ വർക്കർമാർക്ക്
ചെറുപ്പക്കാർക്ക് ഒരു മാന്യമായ കൂലി കൊടുക്കാൻ പറ്റാത്ത കേരളം. 2, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 360 രൂപ മാത്രമാണ് 2 സർക്കാരുകളും കൂടി കൊടുക്കുന്നത്. അപ്പൊ ഇ.പി. ജയരാജൻ ചോദിച്ച ചോദ്യമുണ്ട്, അത് കേന്ദ്രത്തോട് പറയണം, കേന്ദ്രമാണ് അത് കൂട്ടേണ്ടത്. ശരി, കേന്ദ്രത്തോട് പറയണമെങ്കിൽ, കേന്ദ്രമാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഗ്രാമസഭകളിലും ഈ വീട് വീടാന്തരങ്ങളും കയറിയിട്ട് ഞങ്ങളാണ് തൊഴിലുറപ്പിന്റെ ഭയങ്കരമാര്, ഞങ്ങൾ കേരളത്തിൽ മാത്രമാണ് ഇത്രയും പണം കൊടുക്കുന്നത്, കേരള സർക്കാർ ഉള്ളത് കൊണ്ടാണ് ഇത്രയും പൈസ കിട്ടുന്നതെന്ന് പറയും. മറുഭാഗത്ത് ബാക്കി വരുമ്പോൾ കേന്ദ്രം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്താണ്? ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട്, ഇപ്പം പ്രൈവറ്റ് സെക്യൂരിറ്റി ജീവനക്കാർക്ക് എത്ര പൈസ കിട്ടുന്നുണ്ട്, അല്ലാത്ത ജോലി ചെയ്യുന്ന, അതായത് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത്ര തുക കിട്ടുന്നുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ വളരെ കഷ്ടത തോന്നുന്ന പല ആളുകളും ഇവിടെയുണ്ട്, ജീവിക്കാൻ വകയില്ലാത്ത ആളുകളുണ്ട്. ആ സമയത്താണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് 620, 640, 530 രൂപ പോലുള്ള കാര്യങ്ങൾ കൂട്ടിയിട്ട് ഇ.പി. ജയരാജനെ പോലുള്ള ആളുകൾ വന്നിട്ട് അതിനെ ന്യായീകരിച്ച് പാവങ്ങളാണ് എന്ന് പറയുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അത് മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും LDF ഭരണത്തിലേറില്ല, അപ്പോൾ UDF ആണ് ഭരിക്കും. UDF ഭരിക്കുമ്പോൾ ഇവരുടെ പരിപാടി എന്താണ്? UDF എന്ത് നടപ്പിലാക്കുമ്പോഴും സമരം, മുഴുവൻ സമരം, ക്ലിഫ് ഹൗസ് വളയുക, സെക്രട്ടേറിയറ്റ് വളയ്ക്കുക, അങ്ങനെ എല്ലാം വളച്ചുകൊണ്ടിരിക്കുന്ന സമരമാണ് ഇവർ നടപ്പിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തായാലും ഇവരുടെ തടവുകാർ, ഇവർ പൂർണ്ണമായി അക്രമാസക്തരാകുന്ന സമയമാണ് UDF അധികാരത്തിലേറുമ്പോൾ. അപ്പൊ സ്വാഭാവികമായി ഇവർ ജയിൽ നിറയ്ക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് മുതലാവണമല്ലോ. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇത്രയും എമൗണ്ട് കൂട്ടി, ഒരു ദീർഘവീക്ഷണത്തോടെ ആയിരിക്കും ഇത് ഇത്രയും കൂട്ടിയതെന്നാണ് ഞാൻ. അത് വളരെ കറക്റ്റ് ആണ്. കാര്യം CPM ഈ ഭരണം UDF-ന് കിട്ടി 3ാമത്തെ ദിവസം മുതൽ CPM സമരം. അങ്ങനെ സമരം തുടങ്ങി, അടിയുണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി, അതിനൊന്നും ഒരു പ്രശ്നമില്ല, അതൊക്കെ ഭയങ്കരമാണ്. ഇപ്പം UDF സമരം ചെയ്യാൻ പോയാൽ ഭരണത്തെ അട്ടിമറിക്കുന്നു, വികസന വിരോധികൾ, മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതൊക്കെയാണ് നാടിനെതിരെ, കേരളത്തിനെതിരെ. ഇനി അവർ സമരം ചെയ്യുമ്പോൾ ഇതൊന്നുമില്ല. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ അവരുടെ ആളുകളെ സേഫ് ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കും ഇവർ ഇത് ചെയ്യുന്നത്. ഇപ്പം TP വധക്കേസിലെ പ്രതികൾക്ക് അനാവശ്യമായി പരോൾ കൊടുക്കാനും, അവർക്ക് എന്ത് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും, അവർക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നു. ഇനി വലിയ അസുഖമായതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് അധികം പരോൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ വരെ സമീപിച്ചിരിക്കുകയാണ് ഒരു പ്രതി. അതിൽ കേരള സർക്കാരിന്റെ അഭിപ്രായം എന്താണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ്. ഈ സർക്കാർ എന്താ അഭിപ്രായം പറയുക? അയാൾക്ക് തീരെ സുഖമില്ല, വിടണം എന്നല്ലേ പറയാ, അസുഖമാണ്, വിടണം എന്ന് പറയാം. അപ്പൊ ഇതുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടിലേക്ക് ഇവർ പോയിരിക്കുകയാണ്. അപ്പം എല്ലാ അർത്ഥത്തിലും ഈ അഴിമതി കൊണ്ട് നിറയ്ക്കുക, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക. ഈ മുഖ്യമന്ത്രി ഈ ജയിലിലെ ക്രിമിനലുകളുടെ, കൊടും ക്രിമിനലുകളുടെ ആത്മാഭിമാന ബോധത്തെ പറ്റി പറയുന്ന മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ പാവപ്പെട്ട ആൾക്കാരുടെ, എത്രയോ അധികം പാവപ്പെട്ട ആൾക്കാരുടെ ആത്മാഭിമാന ബോധത്തെ നിരന്തരം ഈ പറയുന്ന വട്ടിപ്പലിശക്കാരുടെ ഭീഷണി, ബാങ്ക് ജീവനക്കാരുടെ, ബാങ്കിന്റെ ജപ്തി ഭീഷണി, അല്ലാതെയുള്ള കടങ്ങൾ, ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ, നിരന്തരമായുള്ള സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾ, മറ്റു പലതരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ പോലീസുകാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കള്ളക്കേസ് എടുക്കുന്ന ആൾക്കാർ, നിരവധിയായിട്ടുള്ള കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, ഇതെല്ലാം അരങ്ങേറുമോ, വിലക്കയറ്റം, ഇതൊന്നും മുഖ്യമന്ത്രിക്ക് പ്രശ്നമല്ല. ഇത് കേരളത്തിലെ ജയിലുകളിലെ ആളുകളുടെ പ്രശ്നമാണ് മുഖ്യമന്ത്രിക്ക് പ്രശ്നം. ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലേക്ക് വല്ലാതെ CPM മാറിപ്പോയിരിക്കും. പലരും ആവശ്യപ്പെടുന്നുണ്ട് ഇനി അവിടെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർക്ക് റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച് അവർക്ക് പെൻഷൻ കൂടെ കൊടുക്കണം എന്നാണ്. നല്ലൊരു സ്കീമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം.